ശ്രീ രാജേന്ദ്രമന്ദിരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI പാർട്ടിയെ പറ്റി ഒരുപാട് പരാതികൾ പുറത്തു വരാനുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് CPM തിരുവനന്തപുരം ജില്ലാ നേതൃത്വം അറിയിച്ച യൂണിവേഴ്സിറ്റി കോളേജ് SFI പാർട്ടി കമ്മിറ്റിയെ പിരിച്ചുവിടണം. പക്ഷേ സംസ്ഥാന SFI പറഞ്ഞു വെച്ചാൽ സംസ്ഥാന കമ്മിറ്റി SFI പറഞ്ഞു വെച്ചാൽ ഒരിക്കലും അത് പിരിച്ചുവിടാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഗുണ്ടായുസത്തിന്റെ പര്യായമായിട്ട് മാറിയിരിക്കുകയാണ് SFI. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോളേജുകളിലുള്ള SFI, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലുള്ള SFI. യാതൊരു മര്യാദയും ഇല്ലാത്തവരെ എന്തും കാണിക്കാമെന്നുള്ളൊരു ദാർഢ്യത്തോടു കൂടിയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഗവർണറെന്നോ CPM നേതൃത്വം എന്ന പോലുമോ ഇപ്പോൾ പരിഗണന ഇല്ലാതായിരിക്കും. എന്തുമാകാം, വിദ്യാർത്ഥികളായതുകൊണ്ട് എല്ലാ അവകാശങ്ങളും ഉണ്ട്. സാധാരണ പൗരന്മാരെക്കാൾ കൂടുതൽ അവകാശങ്ങളുണ്ട്. നെഞ്ചും മരിച്ച് പ്രകടനവും നടത്തിക്കൊണ്ട് പോലീസുകാർ, ഗവർണർ, രാഷ്ട്രീയക്കാർ എല്ലാം നേരിട്ട് കളയാം. നേരിട്ട് കളഞ്ഞാൽ അവർ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ അവ കല്ലെറിയാം, അങ്ങനെ ഗുണ്ടായുസം കാണിക്കാം. ഇങ്ങനെയൊക്കെയാണ് പ്രകടനങ്ങൾ നടത്തി നഗരത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക. ഇന്നൊക്കെയുള്ളൊരു ഹുങ്കോട് കൂടിയാണ് ആരും നിയന്ത്രിക്കാനില്ലാത്ത ഒരു സംവിധാനമായി SFI മാറിയിട്ട് ഏറെക്കാലമാണ്. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന ഗവർണർക്ക് നിറയെ അവർ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തി. നിങ്ങളുടെ ആശയപരമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ കണ്ടിട്ട് ഈ ഗവർണർ അങ്ങ് പോയി കളയും, പേടിച്ചോടിക്കളയും എന്നൊന്നും ധരിക്കേണ്ടതില്ല. നിങ്ങളെക്കാൾ ധൈര്യമുള്ളൊരു ഗവർണറാണ് ഇപ്പോൾ തൽക്കാലം കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തെ അങ്ങ് വിരട്ടിക്കളയാമെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് എന്നെ കെട്ടടങ്ങേണ്ടതായിരുന്നു. കാരണം ഇതിനേക്കാൾ വലിയ കുന്തമുനകളിൽ കൂടി, വടിവാളുകൾക്കിടയിൽ കൂടി ഒക്കെ നേരിട്ട് നടന്ന് അദ്ദേഹം നിങ്ങളെ ബോധ്യപ്പെടുത്തുക. അദ്ദേഹം ഭീരുവായ ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന് വയറ്റി തെളിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നും. അപ്പോൾ ഈ പ്രകടനം കുറെ കൊച്ചു പിള്ളേർ നടന്ന്, നമ്മൾ പറയുന്നത് ഊട്ടപ്പിള്ളേർ എന്ന് പറയുന്നത്, ഊട്ടപ്പിള്ളേർ നടത്തുന്ന പ്രകടനം കണ്ടൊന്നും അങ്ങനെ പിന്നോട്ട് വാങ്ങുന്ന ഒരു ഗവർണറെ അല്ല നിങ്ങൾ കാണുന്നത്. അങ്ങനെയുള്ള ധാരണകൾ തിരുവനന്തപുരം ജില്ലയിലെ CPM നേതൃത്വമാണ് പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ SFI യൂണിറ്റിന് പിരിച്ചുവിടണം. പക്ഷേ SFIയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞാൽ ഒരിക്കലും പിരിച്ചുവിടാൻ പറ്റില്ല. അതായത് CPMന്റെ വാക്കിന് പോലും വില കൽപ്പിക്കുന്നില്ല SFI. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. പക്ഷേ സാധാരണഗതിയിൽ SFI യൂണിറ്റുകളെ പ്രതിരോധിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന ഒരു കവചമായിട്ടാണ് CPMന്റെ CITU വിഭാഗം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എന്ത് അക്രമം ഉണ്ടായാലും CITUക്കാർ ക്യാമ്പസിനകത്ത് കയറിയിട്ട് എതിർപക്ഷക്കാരെ അടിച്ചു നിർത്തും, വെട്ടി നിർത്തും. അതാകുമ്പോൾ ഈ പണി ചെയ്ത് തഴമ്പുള്ള കൈകളാണല്ലോ. SFI പിള്ളേരെ പോലെ ഇങ്ങനെ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചു വരുന്നവരൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ CITU എന്ന് പറയുന്നത് CPMന്റെ ഒരു ഭാഗം. CPM പറയുന്നത് പോലും കേൾക്കില്ലെന്ന് പറഞ്ഞാൽ തത്ത പറയുന്നത് പോലും കേൾക്കില്ല പിള്ളേർ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അത് കേൾക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇപ്പോൾ CPMനകത്ത് ആകെ അരാജകത്വമാണ്. നേതൃത്വം പറയുന്നതൊന്നും അണികൾ കേൾക്കുന്നില്ല. ജില്ലാ ഘടകങ്ങൾക്കെതിരെ അണികൾ പ്രതിഷേധം നടത്തുന്നു. ആകെ ഒരു കുത്തഴിഞ്ഞ പുസ്തകവും അച്ചടക്കം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയും ഒക്കെയായിട്ട് CPM മാറിയിട്ടുണ്ട്. കേഡർ പാർട്ടി എന്ന് അതിനെ വിളിക്കാൻ പറ്റുകയില്ല. കോൺഗ്രസിനേക്കാൾ വളരെ സ്ഥിതി മോശമാണ് CPMല്. അങ്ങനെ യാദവന്മാർ തമ്മിലടിച്ചു അവരുടെ അവസാന കാലത്ത് എന്ന് പറയുന്നത് പോലെ, യാദവ യുഗത്തിന്റെ അവസാനം വന്നതുപോലെ CPM യുഗത്തിന്റെ അവസാനം കേരളത്തിൽ വന്നിരിക്കുകയാണെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ആ തരത്തിലാണ് പിന്നെ ഘടകങ്ങൾ തമ്മിൽ തെറ്റുന്നു, പോഷക സംഘടനകൾ തമ്മിൽ തെറ്റുന്നു, അണികൾ ജില്ലാ നേതൃത്വവുമായി തെറ്റുന്നു, ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വവുമായി തെറ്റുന്നു. കൊല്ലം ജില്ലാ ഘടകത്തെ പിരിച്ചുവിട്ട ശേഷം ആണ് പിന്നെ തിരിച്ചെടുത്തിട്ടുണ്ട്. അവിടെ പലരെയും ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിലെങ്കിലും BJPയിലേക്ക് ഏകേറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഇപ്പോൾ പ്രവർത്തിക്കാതായിരിക്കുന്നു. ആ സന്ധിബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് CPM നേതൃത്വം അല്ലെങ്കിൽ ജില്ലാ ഘടകം പറയുന്നത് അനുസരിക്കാതിരിക്കുന്നതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മൊത്തത്തിൽ ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന അരക്ഷിതാവസ്ഥയുടെ ഒരു ആ പാർട്ടി ജീർണിച്ചതിന്റെ പാർലമെന്ററി വ്യാമോഹം കൊണ്ടും അഴിമതിയുണ്ട്. അപ്പോൾ അത് തകർന്നു തരിപ്പണമായതിന്റെ ഒരു സൂക്തം മാത്രമാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്.